സംശയിച്ചിരുന്നു. ഫോൺ രേഖകളാണ് ഇപ്പോൾ ലിജീഷിനെ കുടുക്കിയിരിക്കുന്നത്. മോഷണം നടന്ന ദിവസം ലിജീഷിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. വെൽഡിംഗ് ജോലി ചെയ്യുന്ന ലിജീഷ് ലോക്കർ തുറക്കാൻ വിദഗ്ധനാണെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു. സംശയം തോന്നാതിരിക്കാൻ അയൽവാസിയായ പ്രതി ലിജീഷ് നാട്ടിൽ തന്നെ തുടരുകയായിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി മധുരയിലേക്ക് അഷ്റഫും കുടുംബവും പോയതടക്കം ലിജീഷിന് വ്യക്തമായി അറിയാമായിരുന്നു. നവംബർ 24 തീയതിയാണ് അവർ രാത്രിയോടെ മടങ്ങിയെത്തുന്നത്. അപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസിനെ അറിയിക്കുന്നു. കണ്ണൂർ ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ തൊണ്ടി മുതൽ കണ്ടെത്തിയിരിക്കുന്നു. വീട്ടിലെ CCTVയിൽ നിന്ന് വീടിനകത്ത് കടന്നത് ഒരാളാണെന്നും ഇയാൾ 20-ാം തീയതിയും 21-ാം തീയതിയും വീട്ടിൽ കടന്നതായും തെളിഞ്ഞിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമായിരുന്നില്ല. അഷ്റഫിന്റെ നീക്കങ്ങളൊക്കെ കൃത്യമായി അറിയുന്നയാളാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 താക്കോലിട്ട് പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിനെ കുറിച്ച് അറിവില്ലാത്തയാൾക്ക് അത് തുറക്കാൻ കഴിയില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് പോലീസ് അന്വേഷണത്തിലേക്ക് നീങ്ങിയത്. അഷ്റഫ് ഉടനെ മടങ്ങി വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് 2-ാമത്തെ ദിവസവും മോഷ്ടാവ് അകത്ത് കടന്നത്. 2 ദിവസം തുടർച്ചയായി കടക്കണം വീടിനുള്ളിലെങ്കിൽ അത് ആ കുടുംബത്തെക്കുറിച്ച് അറിയണം. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അന്വേഷണം നടന്നത്. അർജുൻ കല്യാൺ നമുക്കൊപ്പം തുടരുന്നു. അർജുൻ കല്യാൺ, പ്രതി ഈ മോഷണത്തിനായി നേരത്തെ തന്നെ അരങ്ങൊരുക്കി കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തൊണ്ടി മുതലോട് തന്നെയാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. അരങ്ങൊരുക്കി കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രതി ലിജീഷ് ഈ മോഷണം നടത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസിന് വലിയ അഭിമാനിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ 11 ദിവസത്തിനകം തന്നെ ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞു. ഈ തൊണ്ടി മുതലുകളോടുകൂടി തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നതും വളരെ പോലീസിന് വലിയ രീതിയിൽ അഭിമാനിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ 1,21,00,000 രൂപയും 200 ഇപ്പോൾ അഴീക്കോട് MLA ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തെത്തി പോലീസിനെ അഭിനന്ദിക്കുന്ന കാര്യം ഉൾപ്പെടെ കണ്ടിരുന്നു. ഇപ്പോൾ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഈ അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിൽക്കുന്നത്. 25 പേരടങ്ങുന്ന സംഘമാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. 25 പേരടങ്ങുന്ന ഈ സംഘമാണ്. അതിന് ഉൾപ്പെടെ ഈ സംഘത്തിന് വലിയ രീതിയിൽ അഭിമാനിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ 11 ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടി. നേരത്തെ സുജിയെ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ തിരികെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ പ്രതി വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ മോഷണം നടത്തിയതെന്ന കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ അളവിൽ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നു, അതും എന്ന അറിവ് ഈ പ്രതിക്ക് ഉണ്ട്. അതിനു പുറമെ 19-ാം തീയതി ഈ പറയുന്ന ഈ KP അഷ്റഫും കുടുംബവും ഇവിടെ നിന്നും ഒരു വിവാഹത്തിനു വേണ്ടി നാട്ടിൽ നിന്നും പോയ സമയത്ത്, തമിഴ്നാട്ടിലേക്ക് പോയ സമയത്താണ് കൃത്യമായ രീതിയിൽ ഈ പ്രതി മോഷണം നടത്തിയിരിക്കുന്നത്. 20-ാം തീയതിയോടുകൂടി തന്നെ ഈ പ്രതി അവിടത്തേക്ക് എത്തുന്നു. 40 മിനിറ്റോളം സമയമെടുത്തുകൊണ്ട് വളരെ വൈദഗ്ധ്യത്തോടു കൂടി തന്നെയാണ് ഈ മോഷണം നടത്തിയതെന്ന കാര്യമാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതായത് ഈ വെൽഡിംഗ് തൊഴിലാളിയായിട്ടുള്ള ഈ ലിജീഷിന് കൃത്യമായ രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് ഏത് രീതിയിൽ മോഷണം നടത്തണമെന്ന കാര്യത്തിൽ വളരെയധികം വ്യക്തതയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. 1,21,00,000 രൂപ ഈ ഇത്രയും വലിയ ഒരു അളവിലുള്ള തുക, അതുപോലെ തന്നെ 260-ലധികം വരുന്ന ഈ 260 പവനോളം 2136 ഗ്രാം സ്വർണം കൂടിയാണ് ഈ പ്രതി കവർന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ അളവിൽ ഈ സ്വർണം കവർന്നത്, അല്ലെങ്കിൽ അത്രയും സൂക്ഷിച്ചിരുന്നു, വലിയ അളവിലുള്ള പണവും സ്വർണവും ഒക്കെ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സൂചനകൾ ഇവർക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി ഈ വീട്ടിലേക്ക് കയറിയത് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. പോലീസും അക്കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ വെൽഡിങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന് ഈ ലോക്കർ തുറക്കുന്നതിനും ജനൽ കമ്പി വളരെ ശബ്ദമില്ലാത്ത രീതിയിൽ മുറിച്ചു മാറ്റുന്നതിനുമൊക്കെ ഒരുപാട് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ജോലി വൈദഗ്ധ്യം അക്കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. അയൽവാസി തന്നെയാണ്. പക്ഷേ ഇവർക്ക് മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ പരസ്പരം ഉണ്ടായിരുന്നില്ല. ഈ അഷ്റഫിനും ഇവർക്കും ബന്ധമുണ്ടായിരുന്നില്ല, പക്ഷേ പ്രദേശവാസിയായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഈ അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം 20-ാം തീയതി മോഷണം നടന്ന് 24-ാം തീയതിയാണ് പരാതി ഉണ്ടാവുന്നത്. അതായത് അത്രയും ദിവസത്തിന് ശേഷം വന്നിട്ടുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിലുള്ള പരിശോധനയാണ് നടത്തേണ്ടത്, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിയെങ്കിൽ കൂടി പിന്നീട് ഈ ഡോഗ് സ്ക്വാഡ് സ്മെല്ല് പിടിച്ച് സഞ്ചരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചില പ്രയാസങ്ങൾ നേരിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കാരണം 4 ദിവസത്തിന് ശേഷം കൃത്യമായ രീതിയിൽ ഒരുപക്ഷേ ഈ പോലീസിനെ സ്മെല്ല് പിടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്.
എന്തായാലും ഡോഗ് ആദ്യഘട്ടത്തിൽ സഞ്ചരിച്ചിട്ടുള്ളത് ആ ഒരു പ്രദേശത്തോടു കൂടിയാണ്. രജീഷിൻ്റെ വീടിന് മുന്നിൽ കൂടിയാണ് ഈ ഡോഗ് നേരെ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടുള്ളത്. ഏകദേശം ഒരു 100 മീറ്റർ മാത്രമാണ് ഈ ലജീഷിൻ്റെ വീടും ഈ മോഷണം നടന്ന വീടും തമ്മിലുള്ള അകലമെന്ന് പറയുന്നത്. ഈ മോഷണത്തിന് ശേഷം ഈ പ്രതി വളരെ തന്ത്രപരമായി തന്നെ മറ്റു വീട്ടുകാരെ ഒന്നും തന്നെ അറിയിക്കാത്ത വീട്ടിലെ ഒരു കട്ടിലിനടിയിൽ വളരെ കൃത്യമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കട്ടിലിനടിയിലുള്ള ഒരു അറയിലാണ് ഈ പണമെല്ലാം സൂക്ഷിച്ചിരുന്നത്. ഈ പറയുന്ന സ്വർണവും പണവുമെല്ലാം അവിടെ തന്നെയായിരുന്നു സൂക്ഷിച്ചത്. നമുക്കറിയാം നിസ്സാരമായ ഒരു തുകയല്ല. ഇപ്പോൾ തന്നെ ഒരു വലിയ ബാഗിലാണ് പോലീസ് ഈ പറയുന്ന സ്വർണവും പണവുമെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കാൻ എത്തിയപ്പോഴും 2-3 സഞ്ചികൾ നിറയെ പണം ഉണ്ടായിരുന്നു. അതിന് പുറമെ ഒരു സഞ്ചിയിൽ സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ളൊരു മോഷണം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ തുക എങ്ങനെയാണ് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് ഉണ്ടാവുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് അത്തരത്തിൽ മറ്റ് ആൾക്കാരെ നിലവിൽ സംശയിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ പ്രാഥമികമായി ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് മോഷണം നടത്തിയതെന്നുള്ള വിലയിരുത്തൽ പോലീസിനുണ്ട് എങ്കിലും കൂടുതൽ ആൾക്കാരുടെ സഹായം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു പരിശോധന നടത്തുമെന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും 100-ലധികം തന്നെ CCTVകൾ പരിശോധിച്ചു. നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ CDRകൾ ശേഖരിച്ചു. 200-ലധികം പേരുടെ 215ഓളം പേരെ മൊഴിയെടുത്തിരുന്നു, ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോലീസ് ഇതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്. 2136 ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് പോലീസ് നഷ്ടപ്പെട്ടത്. ആ സ്വർണ്ണാഭരണങ്ങൾ മറ്റ് നഷ്ടമൊന്നും കൂടാതെ അല്ലെങ്കിൽ കുറവ് കൂടാതെ തന്നെ പോലീസിനെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ മോഷണത്തിന് ശേഷം പ്രതി മറ്റെവിടത്തേക്കും പോയിട്ടില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ കടന്നു പോകാനുള്ള സാധ്യത ഉൾപ്പെടെ പോലീസ് തേടിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള സ്ഥലങ്ങളിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ പരിശോധനകളും നടത്തിയെന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പ്രതി മറ്റെവിടത്തേക്കും സഞ്ചരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നാട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇദ്ദേഹമുണ്ട്. ചോദ്യം ചെയ്ത് വരികയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയുള്ള ചില സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി തന്നെ കുറ്റം സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തിയ സമയത്താണ് ഈ വീടിൻ്റെ കട്ടിലിനടിയിൽ വെച്ച് ഇത്രയും വലിയ അളവിൽ സ്വർണം സൂക്ഷിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നതും അതിനകത്തുള്ള കാര്യങ്ങൾ പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി ഒരു ലീഡായി മാറിയിട്ടുള്ളത് ഈ പറയുന്ന അന്ന് ഈ പറയുന്ന പ്രതി ധരിച്ചിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ആ ടീഷർട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം. അതിന് പുറമെ മാസ്ക് ധരിച്ചെങ്കിൽ കൂടി ഇതിൻ്റെ മുകൾ ഭാഗം മുടിയും അല്ലെങ്കിൽ തലയുമൊക്കെ ഈ പോലീസിന് ദൃശ്യമായിരുന്നു ഈ CCTVയിൽ. അപ്പോൾ കഷണ്ടിയുള്ള ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള സൂചന പോലീസിന് ഈ CCTVയിൽ നിന്നും ഏകദേശം ഒരു 10-30 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു CCTV ഈ CCTVയിൽ തന്നെ യാദൃശ്ചികമായിട്ടാണ് ഈ പ്രതി കുടുങ്ങിയത്.